യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവർ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി മാറപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാതെയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൾ അവനെ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. കർത്താവിന്റെ വചനം. ഞങ്ങളുടെ ഈ സ്നേഹകൂട്ടായ്മയുടെ തിരക്കുണ്ടെങ്കിലും അതൊക്കെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം വന്ന ബഹുമാനപ്പെട്ട ക്ഷേത്രനും അഭിഷേകം ചേട്ടനും ഞാൻ എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. സുഖമാണ് എല്ലാവർക്കും. പോരല്ല, ശബ്ദമൊന്നുമില്ല. സുഖാണോ? സുഖമാണ്. ക്രിസ്മസ് ഒക്കെ എങ്ങനെ പോണ്? ആഘോഷങ്ങളൊക്കെ തുടങ്ങിയ? ഇത് കഴിഞ്ഞിട്ട് തുടങ്ങാനല്ലേ? അത് നമുക്ക് നല്ല തുടക്കമാണ് ഇവിടെ. നമ്മൾ ഒരുമിച്ച് ചേർന്ന്, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ കുടുംബ യൂണിറ്റ് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ അയൽപക്കത്തുള്ള എല്ലാവരോടും ചേർന്ന് ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അങ്ങനെ കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെയാണ് അല്ലേ? നമ്മളിന്ന് വചനത്തിൽ വായിച്ചു കിട്ടും, സുവിശേഷം വായിച്ചു അല്ലേ? ആരെ എഴുതിയ സുവിശേഷമായിരുന്നു? മത്തായി എഴുതി വായിച്ചത് അല്ലേ? എത്ര സുവിശേഷം ഉണ്ട്? ഏതൊക്കെയാണ്? യോഹന്നാൻ. ഇതില് യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്ന സുവിശേഷങ്ങൾ ഏതൊക്കെയാണ്? മത്തായി യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്ന, ലൂക്ക, പിന്നെ 4 സുവിശേഷത്തിലും പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ അങ്ങനെ വ്യക്തമായിട്ട് യേശുവിന്റെ ജനനം ഇന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ബാക്കിയുള്ള 3 മത്തായി, മാർക്കോസ്, ലൂക്ക സുവിശേഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ യേശുവിന്റെ ജനനം എപ്രകാരമായിരുന്നു എന്ന് സുവിശേഷകാരന്മാർ വിവരിക്കുന്നുണ്ട്. പക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആ വചനത്തെയാണ് മാംസം ധരിച്ച് മനുഷ്യനായി ഈശോ അവതരിച്ചത്. അപ്പൊ ഈശോ എന്ന് പറഞ്ഞാൽ ആരാണ്? വചനം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വചനം ഇത് വായിച്ചു കേട്ടത്. അപ്പോൾ ഓരോ ക്രിസ്മസും ഈ വചനത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ടുള്ള ക്രിസ്മസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു കൂട്ടായ്മ ഒന്ന് ചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോ തരുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. നമുക്ക് സഹനങ്ങൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം, ദുഃഖങ്ങൾ ഉണ്ടാകാം. പക്ഷെ എന്തൊക്കെയുണ്ടെങ്കിലും നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ യേശു നമ്മോട് കൂടെയുണ്ടെന്നുള്ള വലിയ പ്രത്യാശ ഈശോ നമുക്ക് തരുന്നുണ്ട്. അതാണ് നമ്മൾ ഇങ്ങനെ ഒന്നിച്ച് ചേർത്തിരിക്കുന്നത്. എത്ര വേദന ദുഃഖം ഉണ്ടെങ്കിലും ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള പ്രത്യാശ, ആ വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒരു കുടുംബമായിരിക്കും, സഭയായിരിക്കുന്നതും ആ വിശ്വാസത്തിലാണ്. അപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒത്തിരി പ്രത്യേകതകൾ നമ്മൾ എല്ലാ വർഷവും ഇത് ക്രിസ്മസ് ആഘോഷിക്കും അല്ലേ? നമുക്ക് എത്ര വയസ്സായോ അത്രയും ക്രിസ്മസുകൾ നമ്മൾ ആഘോഷിച്ച് കഴിഞ്ഞു. പക്ഷെ ഓരോ ക്രിസ്മസ് ആഘോഷിച്ച് കഴിയുമ്പോഴും എന്തെങ്കിലുമൊക്കെ മറക്കാനാവാത്ത ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. അവിടെയാണ്
ക്രിസ്മസിന് അർത്ഥം ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ വചനം വായിച്ചു കേൾക്കുമ്പോൾ, ഇന്ന് വായിച്ച വചനം മാത്രമല്ല, നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ ഈ യേശുവിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ആർക്കാണെന്നറിയാവും? വചനത്തിൽ നമ്മൾ കാണുമ്പോൾ യേശുവിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും തിരക്കുള്ളത് ആരൊക്കെ കാണുന്നു പറഞ്ഞ്? യേശുവിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ആരെയൊക്കെ കാണുന്നുണ്ട്? ഔസേപ്പ് പിതാവ് കാണുന്നുണ്ട്, പിന്നെ മാതാവുണ്ട്, പിന്നെ പൂജാ രാജാക്കന്മാരുണ്ട്. അവിടെ എല്ലാരും ഉണ്ട്. അവിടെ എല്ലാരും നിപ്പുണ്ട്. ഇവിടെ നോക്കി അറിയാൻ പറ്റും ആരൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ഇവിടെ നോക്കിയത്. ആരൊക്കെ ഉണ്ട്? ആരാണ്? മാലാഖമാരുണ്ട് അല്ലേ? ഇതിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ആർക്കാണ്? ഔസേപ്പിതാവിന് തിരക്കുള്ളത് ആട്ടിടയന്മാർക്കാണ്. അല്ലല്ല, പടയാളികൾ. മാലാഖമാർക്കാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. കാരണം എന്താണ്? അവര് ഏറ്റവും ബിസി ആയിട്ടിരിക്കുന്ന സമയം ക്രിസ്മസ് ആണ്. കാരണം മറിയത്തിന് മംഗളവാർത്ത കൊടുക്കണം, എലിസബത്തിന്റെ അടുത്ത് പോകണം, സക്രിയയുടെ അടുത്ത് പോകണം, ഔസേപ്പിതാവിന്റെ അടുത്ത് പോകണം, വീണ്ടും ഔസേപ്പിതാവിന്റെ അടുത്ത് പോകണം, പിന്നെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ പറയണം, തിരിച്ചു വരാൻ പറയണം. പിന്നെ യേശു ജനിക്കുമ്പോ മറ്റേ കൊയർ പാടണ്ടേ, അച്ഛനങ്ങളൊക്കെ പാടണ്ടേ, അപ്പൊ കൊയർ പ്രാക്ടീസ് ഒക്കെ ചെയ്യണം. ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ആർക്കാണ്? മാലാഖമാർക്കാണ്. എന്തിനു വേണ്ടിയുള്ള തിരക്കാണ്? എല്ലാം അറിയിക്കാനുള്ള തിരക്ക്. അത് തന്നെ. എന്താണ്? എല്ലാവരും അറിയിക്കാൻ. രക്ഷയുടെ സന്ദേശം ലോകം മുഴുവൻ അറിയിക്കാനുള്ള തിരക്കാണ് മാലാഖമാർക്ക്. അതാണ് ക്രിസ്മസ്. നമ്മളും ക്രിസ്മസ് തിരക്കല്ലേ. നമുക്ക് വീട് അലങ്കരിക്കണം, ഡ്രസ്സ് എടുക്കാൻ പോകണം, കേക്ക് വാങ്ങിക്കാൻ പോകണം, ഭക്ഷണം പാകം ചെയ്യണം. നമ്മളെല്ലാവരും തിരക്കുകളാണ്. പക്ഷെ നമ്മുടെ തിരക്കുകൾ എന്തിനുള്ള തിരക്കുകളാണ്? നമ്മുടെ ഈ ഭൗതികമായ ജീവിത സാഹചര്യ തിരക്കുകളാണ്. പക്ഷെ ആ തിരക്കുകൾ നമുക്ക് വേണം. കാരണം നമ്മുടെ ഈ അലങ്കാരവും നക്ഷത്രവും ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവും. അത് നമ്മുടെ ആത്മീയതയ്ക്ക് ഉപകരിക്കുന്നതാണ് നമ്മുടെ ഈ അലങ്കാരങ്ങളെല്ലാം. അപ്പൊ അതുകൊണ്ട് അലങ്കാരങ്ങൾ നമുക്ക് വേണം. ഒപ്പം നമ്മുടെ ഹൃദയത്തിൽ എന്ത് വേണം? ഒരു ഒരുക്കം കൂടി വേണം. യേശു ജനിച്ചത് പുൽക്കൂട്ടിലാണ് അല്ലേ? പക്ഷെ ഈ പുൽക്കൂട്ടിൽ ജനിച്ച ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് ജനിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹൃദയം ഒരു പുൽക്കൂടാക്കി നമ്മൾ മാറ്റണം. ഹൃദയ ഒരുക്കം ആവശ്യമാണ്. അപ്പൊ എത്ര തിരക്കുണ്ടെങ്കിലും ആ തിരക്കുകൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഒരു കുറച്ച് സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ആ ഹൃദയത്തിന്റെ ഒരുക്കം പൂർണ്ണമാകും. ആ ക്രിസ്മസിന്റെ രാത്രി നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് ഇങ്ങനെ ഒരുങ്ങിയാണ് നമ്മൾ ഈശോനെ സ്വീകരിക്കുന്നതെങ്കിൽ. അപ്പോൾ ഓരോ ക്രിസ്മസും മറക്കാനാവാത്ത അനുഭവങ്ങൾ പറഞ്ഞു തരുന്ന ക്രിസ്മസ് ആകണം. അതായത് നമ്മുടെ ഹൃദയത്തിൽ യേശുവിന് വേണ്ടി ഇടമൊരുക്കണം. നമ്മുടെ ആ സന്തോഷം നമ്മുടെ കൂടെ ഉള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം, നമ്മുടെ അയൽപക്കത്തുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. ഇല്ലാത്തവരുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ അതൊരു പങ്കുവയ്പ്പിന്റെ അനുഭവം നമുക്ക് തരുന്ന ക്രിസ്മസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ട് ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ എന്നും ക്രിസ്മസ് ആയിരിക്കും, എന്നും സന്തോഷമുള്ള അനുഭവമായിരിക്കും, എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവമായിട്ട് നമ്മുടെ ഈ ക്രിസ്മസ് മാറും. അങ്ങനെയുള്ള ഒരു അനുഭവം ഈ ക്രിസ്മസ് നിങ്ങൾക്ക് സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഏറ്റവും സ്നേഹത്തോടെ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.